ശ്രീജിൽ മാക്കുറ്റി അതാ ഇവിടെ എൻ വാസുവിന് പാർട്ടി ബന്ധമില്ല എന്ന് പരോക്ഷമായി പി കെ ഗോപൻ പറയുകയാണ്. അങ്ങനെയല്ല, അദ്ദേഹത്തിന് പാർട്ടി ബന്ധം ഉണ്ട്. പാർട്ടി ബന്ധം ഇല്ലാത്ത ആൾക്ക് എങ്ങനെയാണ് പരിപൂർണ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം IAS വരണം എന്ന് പറയുന്ന പദവിയിലേക്ക് IAS അല്ലാത്ത ഒരാൾ അങ്ങോട്ടേക്ക് പാർട്ടി ബന്ധം ഉണ്ട്. പാർട്ടി ബന്ധം ഉണ്ട്. പാർട്ടി ബന്ധം ഉണ്ട്. അയാൾ ഉദ്യോഗസ്ഥനാവുന്നത് പാർട്ടി ബന്ധം കൊണ്ടാണ്. ഉദ്യോഗസ്ഥൻ നേരെ ദേവസ്വം ബോർഡ് അധ്യക്ഷനാവുന്നത് പാർട്ടി ബന്ധം കൊണ്ടാണ്. പാർട്ടിയുടെ സ്വന്തക്കാരനാണ്. അതുകൊണ്ടാണല്ലോ അങ്ങ് വാസു സാർ ഇപ്പോഴും പറയേണ്ടി വരുന്നത്. പാർട്ടി ബന്ധം ഉണ്ട് സാർ. ഓക്കെ, റിജിൽ മാക്കുറ്റി അതാണ്. അപ്പോ എപ്പോഴും പറയാം ഞാൻ അങ്ങനെ പറയുള്ളൂ. ഓക്കെ, ശ്രീ ഞാൻ എല്ലാവരെയും അങ്ങനെ വിളിക്കുള്ളൂ സാർ. ഇവിടെ ഇരിക്കുന്ന റിജിൽ മാക്കുറ്റി എന്നേക്കാൾ ഇളയതാണ്, പക്ഷേ അദ്ദേഹത്തെ ഞാൻ സാറെന്നെ വിളിക്കും. ഓക്കെ ഗോപൻ സാർ. ഓക്കെ, റിജിൽ മാക്കുറ്റി എപ്പോഴും പറയാറുള്ളതാണ് ഒരു സിനേറിയോ മാറ്റം. ജസ്റ്റ് ഒന്ന് സങ്കല്പിക്കൂ, നിങ്ങളുടെ കാലത്താണ് ഈ കാട്ടുകൊള്ളയുടെ വിവരങ്ങൾ പുറത്തു വരുന്നതെന്ന്. നിങ്ങളുടെ ഒരു നേതാവ് അതിൽ അറസ്റ്റിലായി അകത്തു പോയെങ്കിൽ നിങ്ങളുടെ ദേവസ്വം മന്ത്രി റോഡിലിറങ്ങി നടക്കുവോ? കരിങ്കോടി കടൽ നിറയില്ലേ? പി കെ ഗോപനൊക്കെ അതിന്റെ മുൻനിരയിൽ ഉണ്ടാവില്ലേ? SFI DYFI പ്രവർത്തകർ നൂറുകണക്കിനായ കോലങ്ങൾ കത്തിക്കില്ലേ? നിങ്ങളിത് എവിടെയാണ് റിജിൽ മാക്കുറ്റി? നിങ്ങളിത് എവിടെയാണ്? അവരെ ഇളക്കി വിടുക. ഓരോ സംഘടന പ്രതിഷേധമുണ്ട്. ഞങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ആ പ്രതിഷേധം നിങ്ങൾ കണ്ടോളൂ. അങ്ങനെ പ്രതിഷേധിക്കാൻ ഭയമുള്ളവരും തെരുവിൽ തടയാൻ പേടിയുള്ളവരൊന്നും അല്ലല്ലോ യൂത്ത് കോൺഗ്രസ്സുകാരും ഒക്കെ. അവരൊക്കെ തെരുവിൽ ഇറങ്ങാൻ പോവുകയാണ്. അതിൻ്റെ കൃത്യമായ നിജസ്ഥിതി ഇപ്പോൾ വാസു എന്ന് പറയുന്ന ഇപ്പോൾ പാർട്ടി ബന്ധം അങ്ങനെ ഇല്ല എന്നൊക്കെ പറയുമ്പോൾ പോലും പാർട്ടിയുടെ ഉത്തമനായ കേഡറാണ് വാസു. പാർട്ടിയുടെ വിശ്വസ്തനാണ്. പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള കേരളത്തിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള CPM നേതൃത്വത്തിൻ്റെ വിശ്വസ്തനും വിനീത വിധേയനുമാണ്. അങ്ങനെ വിശ്വസ്തനും വിനീത വിധേയനുമായി പാർട്ടിയുടെ ചെറുപ്പകാലത്ത് തന്നെ 2 തവണ കുളക്കട പഞ്ചായത്തിൻ്റെ പ്രസിഡന്റായി, ഏരിയ കമ്മിറ്റി അംഗമായി. അതിനുശേഷം അയാൾ വന്ന വിജിലൻസ് ട്രിബ്യൂണലാണ്. എൻ്റെ പൊന്നെ, ഇത് വിജിലൻസ് ഒക്കെ പറയുമ്പോൾ കള്ളന്മാരെ പിടിക്കേണ്ടതാണ്. പക്ഷേ ഈ ഒരു പെരിങ്ങാട്ട് കള്ളനാണല്ലോ. അമ്പലത്തിലെ സ്വർണം കക്കാൻ മടിയില്ലാതെ കാട്ട് കള്ളനെയാണ് ദുര്യോഗം കൊണ്ട് വിജിലൻസ് ട്രൈബ്യൂണലായത്. അയാൾ എന്നിട്ട് പാർട്ടിയുടെ വ്യത്യസ്ത ഘടകങ്ങളിലേക്ക് നിങ്ങളിവിടെ പറഞ്ഞതുപോലെ പരിപൂർണ കമ്മീഷന്റെ റിപ്പോർട്ട് പോലും ലംഘിച്ചുകൊണ്ട് IAS അല്ലാത്ത ഒരാളെ ആ പദവിയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അങ്ങനെ എല്ലാവരെയും കൊണ്ടുവരുമോ? അപ്പോൾ ശബരിമല ഉൾപ്പെടെയുള്ള ദേവസ്വം ബോർഡിലെ സ്വർണ്ണങ്ങളും അതോടൊപ്പം തന്നെ മുഴുവൻ കക്കാൻ പരമാവധി ഊറ്റാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള കാട്ടുകള്ളന്മാരെ നിയമിച്ചത് എന്നുള്ളതാണ് വസ്തുത. യഥാർത്ഥത്തിൽ ഈ പറയുന്ന വാസു മാത്രമല്ല, വാസുവിൻ്റെ ഇടപെടലിനപ്പുറം പത്മകുമാർ CPM നേതാവാണ്. പത്മകുമാർ കഴിഞ്ഞാൽ നിൽക്കില്ല അവിടെ കടകംപള്ളി സുരേന്ദ്രനുണ്ട്. കടകംപള്ളി സുരേന്ദ്രൻ കഴിഞ്ഞാൽ വാസവനും പ്രശാന്തും ഉണ്ട്. ഇവരൊക്കെ തന്നെ അങ്ങനെ കഴികഴി പോകാമെന്ന് ധരിക്കേണ്ട. ഇവരുൾപ്പെടെയുള്ള ആളുകൾ വളരെ കൃത്യമായി ബോധപൂർവമാണ് സ്വർണം കക്കാൻ നേതൃത്വം കൊടുത്തത്. CPMമാർക്ക് സ്വർണം എന്ന് പറയുമ്പോൾ ഈ ഗ്രഹണി പിടിച്ച കുട്ടിയൊക്കെ ചക്കക്കൂട്ടം കണ്ട അവസ്ഥയാണ്. അമ്മമാരുടെ കഴുത്തിൽ നിന്ന് മാല മോഷ്ടിക്കുന്ന CPM കൗൺസിലാണ്. ഇപ്പോൾ അമ്പലത്തിലെ സ്വർണം പോലും കക്കുന്നവരായി ഇവർ മാറുകയാണ്. അപ്പോൾ ഇവരെ എങ്ങോട്ട് ഇറങ്ങാൻ പോലും പറ്റാതെ ബണ്ടിച്ചോറൊക്കെ ഇവരെ മുമ്പിൽ കൈകൂപ്പി നിൽക്കേണ്ടി വരില്ലേ? ഇവരൊക്കെ ഉന്നത പദവിയിൽ നിന്നിട്ടാണ് ഈ പണിയെടുക്കുന്നത്. ശബരിമലയും അയ്യപ്പനെയും സംരക്ഷിക്കേണ്ടവർ എന്തോ ഭാഗ്യമാണ്. ഇത് കോടതി ഇടപെട്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കത്ത് വന്നില്ലെങ്കിൽ യഥാർത്ഥത്തിൽ അയ്യപ്പന്റെ പഞ്ചലോഹ വിഗ്രഹം പോലും അടിച്ചു കൊണ്ടുപോയി അവിടെ ഇവര് ഡ്യൂപ്ലിക്കേറ്റ് വിഗ്രഹം വെക്കില്ലേ? എന്ത് നമ്മുടെ നാട്ടിലൊക്കെ ഒരു ചൊല്ലുണ്ട്, CPMമാർക്ക് എന്തയ്യപ്പൻ പിരാന്ത നായിക്കെന്ത് കുമാരൻ മാഷ് എന്ന് പറഞ്ഞ പോലെ ഇവർക്കെന്ത് അയ്യപ്പൻ എന്ത് ഇവർക്ക് സ്വർണം പണം അങ്ങനെ അവസാനഘട്ടം അടിച്ചു മാറ്റി സംഭവം മൊത്തം കട കാലിയാക്കുന്നത് പോലെ എല്ലാം കാലിയാക്കാനുള്ള പണിയെടുക്കുകയാണ്. എല്ലാ മേഖലയിലും അഴിമതി നടത്തുന്നത് പോലെ ഈ അയ്യപ്പന്റെ സ്വർണം പോലും അടിച്ചു മാറ്റിയിട്ട് ന്യായീകരിക്കുകയാണ് വാസു മാത്രമല്ല, ഇനിയും അന്വേഷണം കൃത്യമായി പോയാൽ കോടതിയുടെ കൃത്യമായി ഇടപെടലുള്ളത് കൊണ്ടുമാണ് വാസുവിലെത്തിയത്. ആ അന്വേഷണ സംഘം ആർജവം കാണിക്കണം, നട്ടല് കാണിക്കണം, പത്മകുമാരെ ചോദ്യം ചെയ്യണം. അതിനുശേഷം അന്നത്തെ ഒരു മന്ത്രി ഉൾപ്പെടെ അറിയാതെ ദേവസ്വം തിരുവിതാംകൂർ അയ്യപ്പന്റെ അല്ലെങ്കിൽ ശബരിമലയിലെ സ്വർണ്ണപ്പാളി അല്ലെങ്കിൽ കട്ടിൽ അടിച്ചു മാറ്റാൻ പറ്റുമോ? കട്ടിലയും ചെമ്പും അതോടൊപ്പം തന്നെ ഉരുളിയും ഉൾപ്പെടെയുള്ള സർവത്ര സാധനം അടിച്ചു മാറ്റി എന്നിട്ട് ഞങ്ങൾ ജയകുമാരെ കൊണ്ടുപോകുന്ന നോക്കുകയാണ്. അവിടെയുള്ള കക്കാൻ പറ്റുന്ന മുഴുവൻ കട്ടിട്ട് ബാക്കിയുള്ള സാധനം നോക്കാനാണ് ഇപ്പോൾ ജയകുമാർ അങ്ങോട്ട് അയച്ചത്. ഇത് വിശ്വസിക്കോ? നിങ്ങളെപ്പോലെ നിങ്ങളെയാണ് ഇതിന്റെയൊക്കെ കേരളത്തിന്റെ ഭരണത്തിന്റെ താക്കോൽ ഏൽപ്പിച്ചത്? എവിടെയും കേട്ടിട്ടുണ്ടോ ഈ കാട്ടുകൊള്ള? എവിടെയും കേട്ടിട്ടുണ്ടോ? എന്നിട്ട് ഇവര് ന്യായീകരിച്ച് എന്നിട്ട് അത് കേരളത്തിന്റെ ഒരു അഭിമാന ക്ഷേത്രത്തിൽ ആണ് ആ കാട്ടുകൊള്ള നടന്നിരിക്കുന്നത്. അതിലൊരു വലിയ മാഫിയ സംഘമുണ്ട്. അതിലൊരു ദേവസ്വം പ്രസിഡന്റ് അകത്താണ്, ഒരു പാർട്ടിയുടെ നേതാവാണ്. റിജിൽ മാക്കുറ്റി, നിങ്ങളുടെ യൂത്ത് കോൺഗ്രസ് സംഘടനയിൽ എവിടെയാണ്? എന്താണ് നിങ്ങളുടെ പ്രതിഷേധം? ഇപ്പോ പി കെ ഗോപൻ ഇളക്കിവിടാണ് ചോദിക്കുന്നുണ്ട്. ഇളക്കിവിടലൊന്നുമല്ല, നാട്ടിൽ അനീതി നടന്നാൽ ഇറങ്ങേണ്ടത് പ്രതിപക്ഷ സംഘടനയുടെ ഉത്തരവാദിത്തമാണ്. എവിടെ
ശ്രീ ആഷ്മി ഇന്ന് ഞങ്ങൾ ഈ വിഷയത്തിനകത്ത് നടത്തിയ ജനങ്ങൾക്കിടയിലേക്ക് പോയില്ലേ? ഞങ്ങൾ ഈ വിഷയത്തിനകത്ത് ശ്രീ കെ മുരളീധരൻ ഉൾപ്പെടെ നേതാക്കന്മാർ നടത്തിയ ജാഥകൾ അവിടെ എത്തിയില്ലേ? അതുമായി ബന്ധപ്പെട്ട് വലിയ ജനരോഷം അവിടെ ആളിക്കത്തിച്ചില്ലേ? സ്വാഭാവികമായി ഇന്ന് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നടന്ന വലിയ പ്രതിഷേധം ഉണ്ടായില്ലേ? നാളുകൾ പ്രതിഷേധം നടക്കാൻ പോകാൻ ഇപ്പോഴാണ് CPM നേതാവിനെ പിടിച്ചത്. ഇനി പിടിക്കാൻ വേണ്ടിയുള്ള പോരാട്ടം തെരുവിൽ ഇവരെ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളെ തെരുവിൽ ഇറങ്ങാത്ത രൂപത്തിൽ ഞങ്ങൾ പ്രതിഷേധത്തിന് അഡ്ജസ്റ്റ്മെന്റ് കാര്യം പറയുന്നുണ്ട്. ശരി, ഒരു അഡ്ജസ്റ്റ്മെന്റ് പറയുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.